പ്രൈസ് ലോഡ്, ഹാലലൂയ. നെവർ നെവർ ഗിവ് അപ്പ്, ഹാലലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നനച്ചതിലും അധികമായി നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ആദ്യമായൊരു ചോദ്യമാണ്, ഇന്ന് എത്ര പേർ പ്രാർത്ഥിച്ചു? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ ഓർത്തപ്പോൾ, നിങ്ങളുടെ ഭർത്താവിൻ്റെ വിഷയങ്ങളെ ഓർത്തപ്പോൾ, നിങ്ങളുടെ പേഴ്സണൽ വേദനകളെ, നിങ്ങൾക്ക് എന്താണോ രാവിലെ നിങ്ങളെ വേദനിപ്പിച്ചത് ആ വിഷയങ്ങളെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഹെസ്കേലിൻ്റെ പുസ്തകം 37 അധ്യായ പ്രകാരം പ്രവചന വചനങ്ങളെ എടുത്ത്, നിങ്ങളുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന വചനങ്ങളെ എടുത്ത് എത്ര പേർ അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുവാനും ജയിക്കുവാനും ഇടയായി. അത് വിശ്വാസത്തിലാണ്. നമ്മൾ ജയം മുന്നമേ എടുക്കണം. ആമേ. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുക മാത്രമല്ല, അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വേണം. അതിനുദാഹരണമായി ഞാനൊരു കാര്യം പറയുന്നത്, ഇന്നത്തെ നമ്മളുടെ വചനം വായിച്ചതിന് ശേഷം ആ കാര്യം പറയുന്നതായിരിക്കും. 6 കഷ്ടങ്ങളിൽ നിന്ന് എൻ്റെ ദൈവപൈതലേ, അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. യോബിൻ്റെ പുസ്തകം 5 അധ്യായത്തിൻ്റെ 9 വാക്യം. 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. വീണ്ടും പറഞ്ഞാട്ടെ, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം വല്ലാത്ത ഒരു സ്പൈനലിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് കൃപയെല്ലാം നടത്തുന്നു. ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോയപ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം PTM മീറ്റിങ്ങിന് ചെന്നപ്പോഴേ അവരുടെ കുറിച്ച് ചില കാര്യങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും പറയുവാനിടയായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ സ്കൂളിൽ കാണുന്നത്. അവർ ഈ വർഷമാണ് ആ സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പോൾ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ഞങ്ങളോട് പ്രത്യേകമായി ഈ കുട്ടികളുടെ പേരൻസിനെ ഒന്ന് കാണണമെന്ന് ഭയങ്കരമായ തീരുമാനം അവിടെയുള്ള ടീച്ചേഴ്സെല്ലാം എടുത്തു. നിങ്ങൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്പെഷ്യലായിരിക്കും. കാരണം വിശ്വാസക്കളത്തിൽ ഓടുന്നവരുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും സ്പെഷ്യലാണ്. കാരണം നമ്മൾ ആത്മീയമായി പോകുന്നു, ലോകപരമായി ബാക്കി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ആ ടീച്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞത്, ഇവരെക്കുറിച്ച് അവർക്ക് ഒന്നിനെക്കുറിച്ചും കൂസലില്ല. എന്ത് പറഞ്ഞാലും അവർ ചിരിച്ചുകൊണ്ടിരിക്കും. ചെറിയ മോനാണെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. മൂത്ത മോനാണെങ്കിൽ എത്ര പറഞ്ഞാലും ക്ലാസ്സിൽ പുറത്തിറക്കി നിർത്തിയാലും അവനിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഹീ ഈസ് നോട്ട് ബോതേർഡ് എനിത്തിങ്. ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ ഇവരെക്കുറിച്ച്, അങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന രീതിയിൽ ചൈൽഡ്ഹുഡിലെ മോൾഡ് ചെയ്യുമെന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കിതൊന്നും വലിയ ഭാരമായിട്ട് തോന്നിയില്ല. എങ്കിലും ടീച്ചേഴ്സിനെ എല്ലാം കണ്ടു. ഇന്ന് ഞങ്ങൾ അവർ സ്കൂളിൽ പോകുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷം എനിക്ക് തോന്നിയത്, സാധാരണ രാവിലെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഇറിറ്റേറ്റഡ് ആവും, എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയൊക്കെയായിരുന്നു സ്കൂളിൽ പോകുന്നത്. എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി, ആദ്യത്തെ ദിവസമാകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളിലെ ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷേ ഇന്ന് വളരെ സന്തോഷമായിട്ട് അവർ പോകുമ്പോൾ അല്പസമയം നേരത്തെ അവർ റെഡിയായി. സന്തോഷം വന്നതെന്നാന്ന് വെച്ചാൽ, ഒരു ലീവിന് നമ്മൾ പോയപ്പോൾ നാട്ടിൽ അവർക്കൊന്ന് റീഫ്രഷ് ആകാൻ സാധിച്ചു അവരുടെ മൈൻഡ്. അവർ വളരെ സന്തോഷത്തിൽ ഞാൻ അവർക്ക് ക്ലാസ് എടുത്തു, പറഞ്ഞു എങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾ റീറൈറ്റ് ചെയ്യണോ, അതിനെ മാറ്റി കുറിക്കണം. സ്തോത്രം. അവരെ ഓക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ കുറേ സമയമായിട്ട് സമയം കിട്ടിയില്ല. വചനം വായിച്ചു, പക്ഷേ പ്രെയറിനുള്ള സമയങ്ങളിൽ ഒത്തുവന്നില്ല. അങ്ങനെ ഞാൻ പിന്നീട് കുറേ സമയം മുമ്പ് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ, പ്രത്യേകമായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായൊരു പ്രാർത്ഥന ഞാൻ ചെയ്യാറില്ല. ഞാൻ ഭാഷകളിൽ തന്നെ പ്രാർത്ഥിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കും. അതിനുശേഷം പാട്ടുകൾ കർത്താവ് തരും, അത് പാടും. പിന്നെ വചനങ്ങൾ പറയും. അപ്പോഴേ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ വചനം തന്നെ വന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ക്രിസ് മോനോടുകൂടെയും സാം മോനോടുകൂടെയും ബീബാ മോനോടുകൂടെയും ഷിൻഡോ മോനോടുകൂടെ ഇരിക്കുന്നതിനായ സ്തോത്രം എന്ന് പറയുവാനിടയാകും. അല്ലേ? എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആ വചനം പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടവരുത്തി. വിശ്വാസത്തിൽ ഞാൻ കാണുന്നു, ഹല്ലേലൂയ, ആ കല്ലുകൾ ഉരുണ്ടുപോയതായി സ്തോത്രം. പക്ഷേ ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഞാൻ ജയമെടുത്തു, പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വിക്ടറി എടുത്തു നിൽക്കുന്നു. പക്ഷേ ഇനിയുള്ള മെസ്സേജിലൂടെ നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ കൺവേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സിസ്റ്ററെ
ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ജയമെടുത്തു, ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നു, ഞാൻ ചർച്ചിൽ കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്, ഞാൻ സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് മെസ്സേജ് കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിശ്വാസത്തിലാണ്, ഞാൻ എല്ലാം കർത്താവ് ചെയ്യുന്നത് പോലെ പെർഫെക്ഷനിലൂടെ ഞാൻ പോകുന്നുണ്ട് സിസ്റ്ററെ എന്ന് പറയുന്നവരോടാണ് ഈ ചോദ്യം. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ കണ്ടിന്യൂവേഷൻ അവസാനം വരെയും വേണ്ടുന്നതാണ്. 5 ദിവസം നമ്മൾ ചെയ്തിട്ട് 6ാമത്തെ ദിവസം ഒന്ന് റിലാക്സ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ ടെസ്റ്റുകൾ ദൈവം തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ വചനം പറഞ്ഞത്, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. ഓക്കെ, 7ാമത്തതിലും അവിടെയാണ് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കണേ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഹല്ലേലൂയ. 6 കഷ്ടത്തിൽ നിന്ന് നീ ബലപ്പെടാതെ ഇരുന്ന സമയത്ത് 6 കഷ്ടങ്ങളിൽ നിന്ന് 60 ആയിക്കോട്ടെ, 6000 ആയിക്കോട്ടെ, 6 ലക്ഷം ആയിക്കോട്ടെ, ഇതിൽ നിന്നെല്ലാം അവൻ ദൈവം നിൻ്റെ നിൻ്റെ പാറയാകുന്ന ക്രിസ്തു നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. എന്നാൽ 7ാമത്തേതും വരുമെന്നർത്ഥം. നീ ബലപ്പെട്ടിരിക്കുന്ന സമയത്ത് 7ാമത്തേതിലെ തിന്മ നിന്നെ തൊടുകയില്ലെന്ന് എന്ന് പറഞ്ഞാൽ നീ അതിനെ ഓവർകം ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ഒന്ന് ഓർത്ത് ഇമാജിൻ ചെയ്യണം. ഇപ്പോഴെല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാവരുടെയും പേര്, റാണി സിസ്റ്റർ എന്ന് മാത്രം പറയണം. റാണി സിസ്റ്റർ നിങ്ങളുടെ പേരെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓട്ടക്കളത്തിലൊരു മതിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, വലിയൊരു മതിൽ, ചെങ്കോട്ട മതിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓടുകയാണ്, ഓടുമ്പോൾ ഈ മതിൽ നിൽക്കുക, പക്ഷെ നമുക്ക് അപ്പുറം പോയേ പറ്റൂ. നമ്മൾ എന്ത് ചെയ്യും? നിന്നാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പട മുമ്പിൽ നിൽക്കുകയാണ്, മതിലിൻ്റെ അപ്പുറ സൈഡ് മുഴുവനും മതിലിനും പടക്കൂട്ടവും നിൽക്കുകയാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അങ്ങനെ നടന്നു ചെല്ലാനല്ല പറഞ്ഞത്, നീ പാഞ്ഞു ചെല്ലാനാണ് പറഞ്ഞത്, വീര്യത്തോടുകൂടി. ഇന്ന് നമ്മുടെ ഡോണയുടെ ടെസ്റ്റിമണി നമ്മൾ കേട്ടു. അവളെ മിസ്യൂസ് ചെയ്യാൻ ഒരുക്കപ്പെട്ട ആ പുരുഷൻ തന്നെ പിന്നീട് അവളുടെ കുടുംബമായി റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ കണ്ടപ്പോഴേ അവൾ കൂസാതെ അവൻ വീണ്ടും തൊടാൻ വന്നപ്പോഴേ ഹല്ലേലൂയ അവൾ ആത്മബലത്തോടെ അതിനെ ഓവർകം ചെയ്തു. ആ വ്യക്തി ഞെട്ടിപ്പോയി. സ്തോത്രം. എവിടെ നിന്ന് വന്നു നോക്കി ധൈര്യം? അവൾ പറഞ്ഞത് പല പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീട് 4 ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. വിഷമം എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എന്ത് ചെയ്യണം. ഇതൊക്കെ ഓരോ സഹോദരിമാർ കടന്നു പോകുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഷീ ഓവർകെയിം. ഹല്ലേലൂയ. അതിന് അവളെ സഹായിച്ചത് വചനധ്യാനവും പാട്ടുകളുമാണ്. ഹല്ലേലൂയ. നമ്മുടെ അബുദാബിയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ എല്ലാം സാധ്യമെന്ന് പറഞ്ഞ് പാടിയപ്പോൾ അവൾ വീട്ടിൽ പോയിട്ട് അവളും ഭർത്താവും കുഞ്ഞുങ്ങളും കേട്ട് അത് വീണ്ടും പാടിയപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴേ എല്ലാം സാധ്യം. ഹല്ലേലൂയ. കഷ്ടമോ നഷ്ടമോ ശോധനയോ ഒന്നും നമ്മളെ തൊടുകയില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സഹോദരിമാരെ എഴുന്നേൽക്കണം. ആമേൻ. ഒരു പാട്ടാണോ? ഇന്ന് ഞാൻ പാടിയ പാട്ടാണ്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട് ശാലേമിൻ രാജനാമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ ശാലേമിൻ രാജനാമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ. താങ്ക് യു ജീസസ്. അതിൻ്റെ താഴേക്കുള്ള വാക്യങ്ങൾ, പാട്ടിൻ്റെ ലൈന് നിങ്ങൾ പാടി നിങ്ങൾ സ്തുതിക്കണം കർത്താവിനെ. ഇറ്റ് വാസ് അമേസിങ് ലൈൻസ് ആണ് അതിനകത്ത്. ഹല്ലേലൂയ. ശത്രു സൈന്യം പാളയമിറങ്ങിയാലും പാതാള ഗോപുരങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ശത്രു സൈന്യം പാളയമിറങ്ങിയാലും പാതാള വേദനകൾ പെരുകിയാലും ക്രിസ്തുവാകും ഉറച്ചു നിൽക്കാൻ. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കുന്നത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും പറയും, നിങ്ങൾ ആദ്യമൊക്കെ മെസ്സേജ് കേൾക്കും, പിന്നെ മെസ്സേജ് ഇടയ്ക്ക് കേൾക്കാതിരിക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള പ്രത്യേകമായ ഒരു മെസ്സേജാണ് ഇന്ന് തരാൻ പോകുന്നത്. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 17ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ എന്തുകൊണ്ടാണ് 6ാമത്തെ കഷ്ടവും 7ാമത്തെ കഷ്ടവും തിന്മയെന്നൊക്കെ പറയുന്നത്? ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കഷ്ടങ്ങൾ വരുമോ? ഈ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ദൈവം എന്താണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവത്തിനൊരു ബെനിഫിറ്റ്? എന്നാൽ
ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന് പലപ്പോഴും കാണിക്കുവാനായി ഒരു ഭക്തനെ അപ്പ് ആൻഡ് ഡൗണിലൂടെ ദൈവം കൊണ്ടുപോകും. പക്ഷേ ആ ഭക്തൻ ദൈവത്തിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഏഴാമത്തെ തിന്മ വരുമ്പോൾ അവൻ തോൽക്കിയില്ല എന്ന് ദൈവത്തിന് കാണിക്കണമെങ്കിൽ നമ്മളെ ഉറപ്പിക്കണം ദൈവത്തിന്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ കഷ്ടം തന്നിട്ട് ചിരിക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ അതിലൂടെ കടത്തി വിടുമ്പോൾ നീ അതിൽ തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ നിന്നെ ഓവർകം ചെയ്യിപ്പിക്കും ദൈവം. തീർച്ചയാണത് ദൈവത്തിൻ്റെ നീതിയാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നോക്കാം. 17-ാം അധ്യായം 1 രാജാക്കന്മാർ, 1 Kings chapter 17. എന്നാൽ ഗിലെയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കേരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കേരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യുകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ദേശത്ത് മഴ പെയ്യായികയാൽ എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. സ്തോത്രം. ഒന്ന് ഓർത്തോണേ, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ടാണ് ഏലിയാവ് ഈ പുറപ്പെടുന്നതും കർത്താവിൻ്റെ ആ ഒരു കരുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടു വരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾക്ക് തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ ഏലിയാവ് മരണകരമായ ചിലരെ വിടുവിക്കുവാനായി ദൈവം ശക്തമായി ഉപയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഏലിയാവിനെ പഠിപ്പിക്കുന്നത് നോക്കിക്കേ. അപ്പ് ആൻഡ് ഡൗൺ ജീവിതം നമ്മൾ എന്തെന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരമാണ്. ഏലിയാവ് അവളോട് അവളോട് പറയാണ്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായം ഓർമ്മ വരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവർ മരണവാശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവർ അനേകരെ മരണത്തിൽ നിന്നും വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദൂതനായിട്ട് ഏലിയാവ് അവിടെ എഹെസ്കേൽ 37-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ പ്രൊക്ലെയിം ചെയ്യുകയാണ്. അവൻ ദൈവത്തിൻ്റെ ദൂത വഹിക്കുന്നവനായ ഏലിയാവ് അവിടെ പ്രവാചക ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ ആഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. സ്തോത്രം. 2 പേർക്കും കുഴപ്പമില്ല. പ്രവചനം പറഞ്ഞു, പ്രവചനം ഫലിച്ചു. സ്ത്രീ ഹാപ്പിയായി, ഏലിയാവും ഹാപ്പിയായി, കുഞ്ഞും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണ്. സ്തോത്രം. അനന്തരം ഇവിടെയൊക്കെ 6 കഷ്ടങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കുകയാണ്. എന്നുവെച്ചാൽ ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 7-ാമത്തേതിലും എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ഇനി ഏലിയാവിനെ കടത്തിവിടുകയാണ്. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടപ്പായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവിനോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നു നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അനേക ഭക്തന്മാർ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്തോത്രം.
ബട്ട് നെവർ ഗീവ് അപ്പ്. അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങി തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കട്ടിൽമേൽ കിടത്തി. അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന അവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. നോക്കിക്കേ, വളരെ ട്വിസ്റ്റിംഗ് ഉള്ളൊരു കാര്യം പുതിയ നിയമത്തിലിരിക്കുന്ന ദൈവമക്കളോട് പറയുകയാണ്. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ചില ആലോചനകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ആ മകൻ ആമേൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴേ, ഹല്ലേലൂയ, വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഊറാബാലബ ശാന്തരേ റബാ സിക്കോറിയാന്തബേ റീബഖത്തുരേ ഹബാ ലബാ ലബാഖത്തുരേ സ്തോത്രം ഹബാ സ്തോത്രം. ആ കുഞ്ഞിനെ ഏലിയാവ് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തി ആണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഒരു നെഗറ്റീവ് കേൾക്കുമ്പോൾ, ഒരു റിജക്ഷൻ വരുമ്പോൾ, നീ ഒരു സപ്രഷനിലൂടെ പോകുമ്പോൾ നിൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് നീ കടന്നിട്ട് ആ വിഷയവുമായി നീ ദൈവവുമായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നോക്കിക്കേ, ബാക്കി നോക്കിക്കേ. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവന്നു വീണു. എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. ഞാനിതിനെ ഉപവാസമായി തന്നെ എടുക്കുകയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. ഇതിനെ നമ്മൾക്ക് ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരുന്ന ആലോചനയാണ് ഞാൻ പറയുന്നത്. ദൈവവൈദ്യലെ, എന്നെ കേൾക്കുന്ന ദൈവവൈദ്യലെ, ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വാട്ട് എവർ ദ പെർസിക്യൂഷൻ, ദ പെയിൻ യു ആർ ഗോയിങ് ത്രൂ, ടേക്ക് ഫാസ്റ്റിംഗ്. ആമേൻ. നീ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിൻ്റെ വിഷയത്തിൽ തന്നെ നീ ഫോക്കസ്ഡ് ആകണം. ഇത് ദൈവത്താൽ വരുന്ന ഒരു ആത്മഭാരമായിരിക്കണം. അല്ലാതെ ലോകത്തിലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നില്ല. ആത്മവിഷയങ്ങൾ നിനക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ നീ ആ വിഷയത്തെ ഇമ്പോർട്ടൻ്റായി തിരഞ്ഞെടുത്തുകൊണ്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ, ആമേൻ, യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെയും പ്രാർത്ഥന കേൾക്കും. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. എസെക്കിയേൽ 37 പറയുന്നത് പോലെ ആ ഒരു പ്രോസസ്സിലൂടെ ഏലിയാവിനെ കടത്തിവിട്ടു നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളത്തിൽ ജീവൻ വന്നു. എൻ്റെ ദൈവപൈതലേ, പ്രിയ ദൈവപൈതലേ, നെവർ ഗീവ് അപ്പ്. നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു ടെസ്റ്റുമില്ല, സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലവുമില്ല, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവുമില്ല, സൊല്യൂഷൻ ഇല്ലാത്ത എൻഡില്ലാത്ത തുറമുഖത്ത് ആണെങ്കിലും ഒരു വഴിയുണ്ട് നിശ്ചയമേ. പാതാള ഗോപുരം ജയിക്കില്ല. കർത്താവാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ യഹോവയുടെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ അതിനെ അക്നോളജ് ചെയ്യുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് കുട്ടിയെ എടുത്തു മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഏലിയാവ് പറഞ്ഞു. ഇവിടെ ഏലിയാവ് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഏലിയാവ് ആരുടെയും കൂടെ നിന്ന് പ്രാർത്ഥിച്ചില്ല. ദൈവത്തിൻ്റെ ആലോചന ഏലിയാവിനോട് വ്യക്തിപരമായിട്ടായിരുന്നുവെങ്കിൽ ദൈവത്തോടുള്ള ഇടപെടലും തിരിച്ചും ഏലിയാവ് ഒറ്റയ്ക്കായിരുന്നു ഇടപെട്ടത്. സ്തോത്രം. മറുപടിയുമായി താഴേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആ വിധവയായ സ്ത്രീക്ക് കാണുവാനിടയായി. സ്ത്രീ ഏലിയാവിനോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇവിടെ ഞാൻ പൗലോസിനെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പൗലോസും ആ ദ്വീപിൽ പോകുമ്പോൾ പണലി കയ്യിൽ ചുറ്റുമ്പോൾ അവർ സംശയിക്കുന്നു. പിന്നീട് അതിനെ എറിഞ്ഞു കളഞ്ഞപ്പോൾ അവനൊന്നും പറ്റിയില്ലെന്ന് കണ്ടപ്പോൾ അവർ പറയണം, നീ ദൈവപുരുഷനാണെന്ന് പറയുന്നു, നീ ദേവനാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇതുപോലെ ഓരോ ദൈവ മക്കളുടെ ജീവിതത്തിലും എന്നെ തന്നെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. റാണി സിസ്റ്റർ എന്തുകൊണ്ടാണ് ആരോടും ആത്മീയമായ കാര്യങ്ങൾ ആലോചനയോ ഷെയർ ചെയ്യുകയോ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനോ പറയാത്തതിൻ്റെ കാരണം, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം പഠിച്ചത്, ഹല്ലേലൂയ, ഞാനും എൻ്റെ അപ്പനുമായിട്ടാണ് ഇനി ബന്ധം. ഞാൻ മരിച്ചാൽ അപ്പൻ്റെ അടുത്തേക്ക് എനിക്കൊരു ദൗത്യം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കി അപ്പൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതിന് എനിക്ക് ആരോടാണ് ഒത്താശ ചോദിക്കേണ്ടത്? ആരുടെ ആജ്ഞയ്ക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത്? അവൻ എന്നോട് കൽപ്പിക്കുന്നു, ഞാനത് ചെയ്യുന്നു. അതുതന്നെയല്ലേ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത്. എറണാകുളത്താണെങ്കിലും പുത്തൂരാണെങ്കിലും പുത്തൂർ 2 ചർച്ചുകളിലാണെങ്കിലും ആദ്യമായിട്ട് അവിടെയൊക്കെ മൈറ്റി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയൊരുത്തിയതും. ഹല്ലേലൂയ. അതുപോലെ തന്നെ കൊല്ലത്ത് നടന്ന മീറ്റിംഗ് ആണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് 2 പ്രവൃത്തിയാണെങ്കിലും, ഹല്ലേലൂയ, എല്ലാത്തിൻ്റെയും പുറകിൽ ബാംഗ്ലൂർ നടന്ന പ്രവൃത്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം 14 വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്നുള്ളത് കാണുവാൻ അനേകർക്കും അത് കാണുവാനിടയായി. ഹല്ലേലൂയ. ഒരു ഭക്തനോട് സ്റ്റില്ലെന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ നമ്മുടെ മെസ്സേജ് കേൾക്കാത്തവർ അത് കേൾക്കണം. ഹല്ലേലൂയ. ബി സ്റ്റില്ലെന്ന് പറഞ്ഞാൽ നീ സ്റ്റില്ലാകണം. മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞാൽ നീ മിണ്ടാതെ ഇരുന്നോണം.
ആ സമയത്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നിന്നെ അനുരൂപമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വായി നോക്കാനോ മറ്റുള്ള കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടിയോ പഞ്ചായത്ത് കളിക്കാനോ പൈസ ഉണ്ടാക്കാനോ നമ്മുടെ ഉദ്ദേശത്തെ ദൈവം അറിയുന്നു. നമ്മുടെ മനസ്സിൻ്റെ നിരൂപണങ്ങളെ ദൈവം അറിഞ്ഞിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം സ്ലോലി ചെയ്യത്തുള്ളൂ. ഏലിയാവിൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങളിലൂടെ നമ്മളോട് പോവുകയാണ്. വളരെ വ്യക്തമായ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എനിക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ ചോദിക്കും ഈ ഫോട്ടോ എന്തായിട്ടിരിക്കുന്നതെന്ന്. ഇത് നമ്മുടെ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള പബ്ലിക് മീറ്റിംഗ് ചെയ്യുവാനായി ആദ്യം ഒരുങ്ങിയ നമ്മുടെ ചർച്ചിൽ, പുത്തൂരിലെ ചർച്ചിൽ, അന്ന് നടന്ന ചർച്ചിൽ ആദ്യമായി തിരുവനന്തപുരത്തു നിന്നും ഒരു പ്രതീക്ഷയുമില്ലാതെ 2 സഹോദരിമാർ, റീമ സിസ്റ്റർ, റജി സിസ്റ്റർ സഹോദരിമാരാണ്. അതിലൊരു സിസ്റ്ററാണിത്. ആ സഹോദരി നമ്മുടെ ഇപ്പോൾ നടന്ന പുത്തൂർ മീറ്റിങ്ങിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ഫോട്ടോയാണത്. എന്തോ എനിക്ക് കർത്താവ് അങ്ങനെ ഇടണമെന്ന് തോന്നി. ഹല്ലേലൂയ. ഈ സഹോദരിമാരൊക്കെയും ഫയറാണ് ആ ദേശത്ത്. ആരും മാനിക്കത്തില്ല അവരെ. ദേശം മുഴുവൻ അവരെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഈ ദൈവത്തെ അറിയുവാൻ തുടങ്ങി. കഞ്ചാവും മദ്യവും വലിച്ചുകൊണ്ട് നടന്നാൽ ആർക്കും പ്രശ്നമില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അവളുടെ പ്രയർ റിക്വസ്റ്റൊക്കെ നിർത്തി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരാൻ തുടങ്ങിയപ്പോൾ ജനം മുഴുവൻ അവർക്ക് എഗെയിൻസ്റ്റായി. ഇതൊക്കെ സഹോദരിമാർക്കൊരു ഇൻസ്പിറേഷനാണ്. ഹല്ലേലൂയ. ഈ സഹോദരിമാരൊക്കെ എഴുന്നേൽക്കണം. ഉറങ്ങിയിരിക്കുന്നവർ എഴുന്നേൽക്കണം. നിങ്ങളും എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, അന്ന് അവൾ കുറ്റം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏലിയാവിനോട് പറഞ്ഞത്, അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിലെന്ത്? ഹല്ലേലൂയ. മേലിൽ പറയുന്നതായിട്ടൊരു ചോദ്യം 18ാമത്തെ വാക്യത്തിൽ. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. എത്ര പേര് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ സഹോദരിമാർ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരാതിരിക്കത്തില്ല, വരും. അനുഭവിച്ച ആളാണ് ഞാൻ. എൻ്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അവരെന്നെ സ്നേഹിക്കാൻ വേണ്ടി പുറകെ നടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അന്ന് ഈ കൈപ്പത്തിയെ മുഴക്കം മാത്രമേ കേട്ടുള്ളൂ, കൈപ്പത്തി കണ്ടില്ല. ഇന്ന് അവർ കൈപ്പത്തി കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു മൈറ്റി പ്രസൻസ്. ഐ ഹാവ് ഗോൺ ത്രൂ എവ്രി ഏരിയ ഓഫ് മൈ പ്രോബ്ലംസ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ അനുവദിക്കാത്ത പ്രോബ്ലംസ് ഇല്ല ദൈവമക്കളെ. എല്ലാത്തിലും ഓവർകം ചെയ്യാൻ കർത്താവ് 6 കഷ്ടത്തിൽ എന്നോട് കൂടെ ഇരുന്ന് എന്നെ വിടുവിച്ചു. ഇപ്പോൾ 7ാമത്തേതിൽ എന്നെ അവൻ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ അത് നമ്മെ ലജ്ജിപ്പിക്കത്തില്ലെന്നുള്ള വചനപ്രകാരം റോമാലേഖനം 5 പറയുന്നു. കഷ്ടതയിലൂടെ കടത്തിവിട്ട് സഹിഷ്ണുതയിലൂടെ, സിദ്ധതയിലൂടെ, പ്രത്യാശയിലേക്ക് നീ കടന്നു വരുമ്പോൾ പിന്നെ നിന്നെ തൊടത്തില്ലൊന്നും. ഹല്ലേലൂയ. അതാണ് 7ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞത്. നീ 7ാമത്തേതിൽ തന്നെയല്ല, അന്ന് 6 പ്രാവശ്യം അവനാ നിന്നെ ജയിപ്പിച്ചത്. നീ കൂടെ നടക്കുമായിരുന്നു ബേബിയെ പോലെ. ഇപ്പം നീ ശക്തീകരിക്കപ്പെട്ടു, നീ നിറഞ്ഞു, നിന്നെ നിറച്ചു. ഇനി നീയാ പോകുന്നത്. കർത്താവ് കൂടെയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇനി നിന്നെയും കൊണ്ടാണ് ജയിപ്പിക്കുന്നത്. നിന്നിലൂടെ പ്രവർത്തിക്കുകയാണ്. നീയാണ് ആക്ഷൻ. കർത്താവ് അവൻ ബലം പകർന്നുകൊണ്ടേയിരിക്കുന്നു. തോട്ട് പാറ്റേൺ ചേഞ്ച് ആയില്ലേ? പ്രാകാരം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ നിങ്ങൾ? ഹല്ലേലൂയ. ജയമെടുക്ക്. ഇന്ന് തന്നെ എടുക്ക്. തുടങ്ങ്. ഓരോ സ്റ്റെപ്പുകൾ തുടങ്ങ്. വചനം വായിക്കാൻ തുടങ്ങ്. പുതിയ ബൈബിളുകളൊക്കെ വാങ്ങിച്ചവർക്കായി സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായി സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പ്, അന്യഭാഷ ഗ്രൂപ്പ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുകയാണ്. കാരണം നിങ്ങൾ എത്ര പേര് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ വചനം വായിക്കേണ്ടത്? ഐ ഹാവ് ഗിവൺ യു എവറി സ്പേസ്. നിങ്ങളാണ് അതിനെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യേണ്ടത്. നിങ്ങളതിൽ വളർന്നുവെങ്കിൽ കർത്താവ് ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ അനുഗ്രഹം തന്നെ പ്രാപിക്കണം. ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ നാട്ടിൽ പോയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ആകെ 2 പ്രശ്നം ഉണ്ടായത്. എൻ്റെ ജോലിക്കാരി ലാസ്റ്റിൽ ഗീവ് അപ്പ് ചെയ്തതും എൻ്റെ എറണാകുളത്ത് പോയപ്പോഴുണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു വേദനയുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് ഒരു വിഷയം ഞാൻ കേൾക്കുവാനിടയായി. പക്ഷേ അത് ആത്മീയ വിഷയപ്രകാരമായതുകൊണ്ട് എനിക്ക് ചിരി വന്നു. അതിനെ പോസിറ്റീവായിട്ട് ഞാൻ എടുത്തപ്പോൾ അതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഇതുപോലുള്ള പല വിഷയങ്ങൾ വരുമ്പോഴും നമ്മളെ സപ്രസ് ചെയ്യാതിരിക്കണമെങ്കിൽ, നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ, മൈറ്റി തിങ്സ് നമ്മളിലൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവുമായി ഒറ്റയ്ക്ക് നടക്കണം. ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ ദൈവം വ്യക്തിപരമായി നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് ദൈവം ഇതിലേ. അത് വേര് അറ്റുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർത്തു വരികയാണ് നിന്റെ ജീവിതത്തിലൂടെ. യെസ്, റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നെവർ ഗീവ് അപ്പ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാണ്, ഇന്ന് പേര് പറയുന്നില്ല, യു ആർ ദ വൺ, യു ആർ ദ വൺ, യു ആർ ദ വൺ. ഇന്നലത്തെ മെസ്സേജ് കേട്ടിട്ട് ഷീബ സിസ്റ്റർ എനിക്ക് മെസ്സേജ് അയച്ചു.
മരണകരമായ പാശത്തിലൂടെ തൻ്റെ സഹോദരി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ മെസ്സേജ് കേട്ടപ്പോൾ ജീവൻ വെച്ചതുപോലെയായി. എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഏത് മെസ്സേജ് ഞാൻ കേൾക്കും, വളരെ അനുഗ്രഹമാണ്. ഇന്നാണ് എനിക്ക് ആ ടെസ്റ്റ് മണി സിസ്റ്ററിനോട് പറയാൻ തോന്നിയത്. ഹല്ലേലൂയ. ആ ടെസ്റ്റ് മണി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫോൺ നമ്പർ 009715507907931 വാട്സപ്പ് നമ്പറാണ്. എന്നെ ആരും കോൾ ചെയ്യരുത്. നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സ്തോത്രം. അപ്പോൾ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത ഒരു ടെസ്റ്റിലേക്ക് കടത്തി വിടുകയാണ്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3 സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമര്യയിൽ കഠിനമായിരുന്നു. ശമര്യയിൽ അതികഠിനമായ ക്ഷാമത്തിലൂടെയും വല്ലാത്ത കഠിന വേദനയിലൂടെയും ദേശത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ കടന്നു പോകുമ്പോഴേ രാജാവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു അഭിഷിക്തനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അന്ന് ഒളിച്ചോടിയ ഓടിപ്പോയ കാക്കയും കൊണ്ടൊക്കെ അപ്പം കൊടുപ്പിച്ചു. എന്നാൽ ഇന്ന് പറയണം, നീ ആ മഹാധൈര്യത്തോടെ, നമ്മുടെ ഡോണാമോൾ ഫേസ് ചെയ്തതല്ല, നീ മഹാധൈര്യത്തോടെ നീ മുന്നോട്ട് പോവുക, അവനെ നിന്നെ കാണിച്ചു കൊടുക്കാമെന്ന്. കാരണം നീ ഒളിച്ചിരിക്കേണ്ടവനല്ല, നിന്റെ സമയമായി. നീ ഒളിച്ചിരിക്കേണ്ടവളല്ല, നീ പുറത്തിറങ്ങേണ്ട സമയമായി. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മഞ്ജു റിസീവ് ഇറ്റ്. ചിന്നു എലീഷയുടെ ഈ ജീവിതം നമ്മുടെ ജീവിതത്തിൽ. ബിൻസി മോളെ അനുഗ്രഹമാണ്. അലിസ് ആൻറ്റി, സാറ ആൻറ്റി, ഹല്ലേലൂയ. ഓരോരുത്തരോടും പറയാണ് ഹല്ലേലൂയ. ബിന്ദു സിസ്റ്റർ, അനുമോളെ, നെവർ ഗിവ് അപ്പ്, അറൈസ് ആൻഡ് ഷൈൻ, ദി ലൈറ്റ് ഹാസ് കം അപ്പോൺ യു. റിസീവ് ഇറ്റ്. റീബ സിസ്റ്റർ, ഹല്ലേലൂയ. റെനിൽ സിസ്റ്റർ, അശ്ലി, അഞ്ജലി, ടീന സിസ്റ്റർ, നെവർ ഗിവ് അപ്പ്. Never give up, Bina, never give up, never give up, never give up. Shiba, never give up, never give up, never give up, never give up, never give up. Gina sister, never give up. Yes, God is talking to you, never give up. Ginny sister, never give up. Hallelujah. Gigi sister, never give up. Hallelujah. Praise the Lord. Habakature, Rabba, Laba Shamdre. Lina sister, never give up. പഴി വരും, ദുഷി വരും, നിന്ദ വരും, പ്രതികൂലം വരും. പക്ഷെ അതിനെ നോക്കി നിൽക്കാനല്ല നിന്നോട് പറഞ്ഞത്. ജസ്റ്റ് നിന്നെ ഇനി പുറത്തിറക്കാൻ സമയമായി. റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരും വ്യാപരിക്കുന്നവൻ്റെ അത്യന്ത ശക്തിയുള്ളവറ്റ വലിപ്പം നിന്നിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോഴേ അങ്ങനെ ആ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 21-ാം വാക്യം. ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു ഖണ്ഡം ഖണ്ഡമാക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാത്ത വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവനെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. താഴേക്ക് വരുമ്പോൾ ബാലെ ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയായിരിക്കുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരിക്കുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു. അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ചു. പതിവ് പോലെ രക്തമൊഴുക്കുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. നമ്മളിതൊക്കെ കാണുന്നതാണ് ഈ ദിവസങ്ങളിൽ. ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധിക്കുകയുണ്ടായില്ല. ദൈവമക്കളെ, ഇത് എന്താണെന്ന് പറയുമ്പോൾ ഇത് കാണിക്കുന്നത്, നമ്മൾ കാണുന്നുണ്ട് ജാതികളിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കാണി. പക്ഷെ നീ എഴുന്നേൽക്കുമ്പോൾ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ശക്തമാകുമ്പോൾ, അത് പ്രബലപ്പെട്ടു വരുമ്പോൾ മറ്റേ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. അതാണ് ഉയരത്തിൽ നിന്നും പ്രകാശം വന്നുകൊണ്ടേയിരുന്നു. ക്രിസ്തുവു ആ പ്രകാശമോ അന്ധകാരമോ അതിനെ കീഴടക്കിയതുമില്ല. സോ നിൻ്റെ ഗ്ലോറി വെളിപ്പെട്ട് വരുമ്പോൾ നിൻ്റെ വീട്ടിലുള്ള ആ അന്ധകാര സപ്രഷനിലേക്ക് പോകും. അത് ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. അത് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പൊന്നെ നിന്നോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നെവർ ഗിവ് അപ്പ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അലിസ് ആൻറ്റി, നെവർ ഗിവ് അപ്പ്.
ഗോഡ്സ് പ്ലാൻ ഈസ് ഓൾവേസ് ഗുഡ്. ആരുടെയെല്ലാം ജീവിതത്തിലാണോ സ്റ്റില്ലായിരുന്നത്, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏലിയാവ് 30-ാം വാക്യം, എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്ന് വന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. ഇന്ന് പകൽക്കാലത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണോ ഇടിഞ്ഞു കിടന്നത് യാഗപീഠം, പ്രാർത്ഥനയുടെ യാഗപീഠം, ആമേ സുവിശേഷവുമായി പോകുവാനുള്ള ആഹ്വാനം, നിങ്ങൾ എവിടെയാണോ സ്റ്റില്ലായി നിന്നത്, എവിടെയാണോ പിന്മാറ്റത്തിൽ പോകുവാൻ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയാകുന്നത്, എവിടെയാണോ ദൈവദാസി യാഗപീഠം സ്റ്റില്ലായത്, യേശുവിൻ്റെ നാമത്തിൽ ആമേ ഒരു പെർസിക്യൂഷൻ നിൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ, ഇടുക്കുവാതിലൂടെ നിന്നെ കടത്തിക്കൊണ്ടുപോയില്ല എങ്കിൽ, ഒലിവക്കായി ക്രഷ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ഒലിവെണ്ണ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തി അനോറ്റ് ചെയ്യാൻ പറ്റൂ. ദൈവത്തിൻ്റെ ഫുൾനെസ് നിന്നിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ ദൈവം അനുവദിക്കുന്ന വിഷയങ്ങളോട് നീ മൗനമായി മിണ്ടാതെ പുറത്തു വരും നിശ്ചയമേ. എന്നാൽ ഇപ്പോൾ ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ നന്നാക്കി നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും ഒരു സെയാവിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. ഹല്ലേലൂയ, പ്രാർത്ഥനയാണ് ദൈവമക്കളെ. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡമാക്കി വിറകിന്മീതെ വച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു. ഹോമയാഗത്തിൻ്റെ മേലും വിറകിന്മേലും ഒഴിപ്പിനെന്ന് പറഞ്ഞു. നമ്മളുടെ പ്രാർത്ഥന ജീവിതത്തെ കാണിക്കുന്നു. വളരെ ധൈര്യത്തോടുകൂടി മെസ്സേജ് നിങ്ങൾ കേൾക്കണമേ. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീനെന്ന് അവൻ പറഞ്ഞു. അവൻ 2-ാം പ്രാവശ്യം ചെയ്തു. അതിൻ്റെ ശേഷം 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവീനെന്ന് അവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. നമ്മൾ നേരത്തെയും കണ്ടു, നെവർ ഗിവ് അപ്പ്. 3 പ്രാവശ്യം വെള്ളം യാഗപീഠത്തിൻ്റെ ചുറ്റുമൊഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്നു. ചെന്നു അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് ഞാൻ നിൻ്റെ ദാസനെന്നും ഒരു കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. നോക്കിക്കേ, എത്ര പ്രാഗൽഭ്യത്തോടെ ആ ഒരു വാക്ക് ഏലിയാവിന് പറയാൻ തോന്നിയത്. ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും വെളിപ്പെട്ടു വരട്ടെ. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് നമ്മൾ ശുശ്രൂഷ നേരത്തെ ചെയ്തതെങ്കിൽ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എങ്കിൽ നിനക്ക് പ്രാഗൽഭ്യമുണ്ട് ചോദിക്കാനായിട്ട്. ആമേൻ. ക്വസ്റ്റ്യൻ മാർക്കാണ്, വളരെ ചിന്തിപ്പിക്കുന്നതാണ്. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ഹോമയാകും വിറകും മണ്ണ് വരെ ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു. ദൈവപൈതലേ, നമ്മൾ ചെയ്യുന്നൊരു ചെറിയ കാര്യമല്ല. ജനമെല്ലാം അത് കണ്ട് കവിഞ്ഞു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തന്മാരുടെ പുതിയ നിയമത്തിലും ആമേൻ പൗലോസിൻ്റെ ജീവിതത്തിലും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളവരാണ്. നെവർ ഗിവ് അപ്പ് മക്കളെ. ഞാൻ ഈ അധ്യായം നിങ്ങൾ വീണ്ടും വായിക്കണം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. രാജാവിനോട് ഭക്തൻ പറയുകയാണ്. ഒരു എളിയവനായ മനുഷ്യർ കാണുമ്പോൾ ഒന്നുമില്ല, പക്ഷേ അവൻ ദൈവത്തോട് അടുത്തിരുന്നത് കൊണ്ട് അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ദൈവത്തിൻ്റെ ദൂതുകളായിരുന്നു. സ്തോത്രം. അവൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഒരു ഏലിയാവ് വലിയ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം മുഴക്കം അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. ജനം ലോകത്തിൻ്റെ സൗണ്ടിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ദൈവത്തിൻ്റെ സ്വരത്തെയും കേൾക്കുവാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ മാക്സിമം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുക. ലോക സൗണ്ടുകളെയൊക്കെ അടച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റൂ. ചിലരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഈ പറഞ്ഞത്. ആഹാബ് ഭക്ഷണം പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൽ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. നോക്കിക്കേ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റവൻ അങ്ങ് കയറിപ്പോയി, പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്യുക തന്നെ വേണം. തൻ്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും നോക്കിക്കേ, നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ മേൽ മറുപടി ഒന്നും കാണുന്നില്ല. വീട്ടിൻ്റെ അകത്തും ഇതുപോലെ ആയിരിക്കും. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നീ ഒത്തിരി കഷ്ടങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിവിട്ടു, പക്ഷേ എല്ലാ കഷ്ടത്തിലും എൻഡിലൊരു റിസൾട്ടുണ്ട്. അതിനു വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ആ റിസൾട്ട് നീ കാണുവാൻ ഇടയാകുന്നത്. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ഭക്തൻ അറിയാം, there is a result in the end എന്ന്. അവൻ അവസാനം വരെ
പിടിച്ചു നിൽക്കും, കാത്തിരിക്കും. കാത്തിരിപ്പിന് ഒരു വിശേഷതയുള്ളതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഗോഡ് ഈസ് റിന്യൂയിങ് ഹിസ് സ്ട്രെങ്ത് ഇൻസൈഡ് യു. അവൻ്റെ ശക്തി, അവൻ്റെ സ്നേഹം, അവൻ്റെ സ്വഭാവം നമ്മളിലേക്ക് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്റ്റിൽനെസ്സിൽ ഗിവ് അപ്പ് ചെയ്യരുത്, സ്റ്റിൽനെസ്സിൽ നെഗറ്റീവ് പറയരുത്, സ്റ്റിൽനെസ്സിൽ എന്തുകൊണ്ടെന്ന് ചോദിക്കുക, സ്റ്റിൽനെസ്സിൽ കരഞ്ഞ് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചത് പോക്കാൻ നോക്കരുത്. സ്റ്റിൽനെസ്സിൽ നീയും ദൈവവുമായിട്ടിരിക്കണം. ആ സമയത്ത് എവിടെ വരെയെന്നല്ല, 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം. ഒന്ന് ഓർത്തിക്കേ, ആകാശത്തിൽ കാണുമ്പോൾ എന്തോ ഉണ്ട്, ദെയർ വാസ് നത്തിങ്. പക്ഷേ ഇടിമുഴക്കം ഏലിയാവ് കേട്ടതുകൊണ്ട് ആ കൈപ്പത്തി മതിയായി. റാണിസിന് ഒരു കൈപ്പത്തി ഉള്ളതുകൊണ്ടാണ്, ഒരു ദൈവിക ദർശനം 2014 അല്ലെങ്കിൽ 2010 നിന്ന് കിട്ടിയതാണ് എനിക്ക് ഇന്നുവരെയും പിടിച്ചു നിൽക്കാനുള്ള ഒരു ദൈവകൃപ. ആ മുഴക്കം ഞാൻ കേട്ടു, ആ കൈപ്പത്തി ഞാൻ കണ്ടു. എന്നാലൊരു ഭക്തൻ പറയുകയാണ്, അവൻ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ പറയുകയാണ്, നീ പൂട്ടി ഇറങ്ങിപ്പോവുക, രഥം പൂട്ടി ഇറങ്ങിപ്പോവുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റുകൊണ്ട് കറുത്ത വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. നോക്കിക്കേ, ഒരു ഭക്തൻ തൻ്റെ വിശ്വാസത്തിൽ, തൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ സ്റ്റെപ്പുകളെ ഒന്ന് നോക്കിക്കേ. ആഹാബിനോടിൻ്റെ മുമ്പിൽ ദൈവം ഏലിയാവിനെ ഉയർത്തുവാനിടയായത് തൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മളോട് ഓരോരുത്തരും ദൈവവൈതലേ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവം അറിയിക്കുന്നത്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു അത്ഭുതം നമ്മൾ കണ്ടു. 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വലിയ ട്വിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി, സമയം ഒത്തിരി പോകുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ആഹാബിൻ്റെ അതെല്ലാം കഴിഞ്ഞ ശേഷം എഴുന്നേറ്റ് ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. സ്തോത്രം. ഇനിയാണ് ട്വിസ്റ്റ്, അടുത്ത ട്വിസ്റ്റ്. അപ്പോൾ ഇത് എൻ്റെ അല്ല ദൈവമക്കളെ. അപ്പോൾ നമ്മൾ വായിച്ച വചനം ഏതാണ്? 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തെ തിന്മയോ നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. അപ്പോൾ 7ാമത്തതിലും എന്ന് പറഞ്ഞാൽ there is a continuation. ഓരോ പ്രശ്നവും, നിൻ്റെ പ്രശ്നം വലുതായിരിക്കാം, പക്ഷെ അത് അനുഭവിക്കുകയും കടന്നു പോവുകയും ചെയ്യുന്നത് ആ കർത്താവിൻ്റെ ഫുൾനെസ്സിൽ നിന്നുകൊണ്ടാണെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം യാക്കോബ് റാഹേലിന് വേണ്ടി 7 വർഷം വെയിറ്റ് ചെയ്തപ്പോൾ ദിവസം കടന്നു പോയത് അറിഞ്ഞില്ല. അവൻ അത്രമാത്രം റാഹേലിനെ സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹ നിമിത്തം ആ 7 വർഷം അവന് 7 മിനിറ്റായിട്ടേ തോന്നിയുള്ളായിരിക്കാം. അങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനത് അധിക ദിവസമായി തോന്നിയില്ല, അവനത് അതൊരു വേസ്റ്റായിട്ട് തോന്നിയില്ല, അവന് നന്മയായിരുന്നു. ഹല്ലേലൂയ. ദൈവവൈതലേ, ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു എന്നോട് ദൈവം വ്യക്തിപരമായി ഇടപെടുകയാണെന്ന്? നിങ്ങളുടെ ടെസ്റ്റിമണികൾ നിങ്ങൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങളുടെ ടെസ്റ്റിമണികൾ നിങ്ങൾ ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇനിയും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഈ മെസ്സേജ് കേൾക്കണം. ദൈവം വ്യക്തിപരമായി നിങ്ങളോട് ഇടപെടുകയായിരുന്നു. ഹല്ലേലൂയ. ഹൂറാമാന ശംദിറബ സിക്കോറിയാന്തബേ ഹൂറബ ഹത്തുലേറബലവ ശംദരേ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഓരോ സഹോദരിമാരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പെട്ടകം എടുത്തുകൊണ്ട് ഓടുവാനല്ല, പെട്ടകം എടുത്തുകൊണ്ട് സ്റ്റില്ലായി കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ, നിന്റെ ദർശനങ്ങളെ കാണുവാൻ, നിന്റെ ദർശനത്തെ മുറുകെ പിടിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണം. റെസ്റ്റ്ലെസ് ആകാൻ അനുവദിക്കല്ലേ കർത്താവേ. അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവരാകട്ടെ. ഹൂറാമാന ശംദിറബ സിക്കോറിയാന്തവേ. ജീവൻ നദി അവരിലൂടെ ഇപ്പോൾ തന്നെ പുറപ്പെടട്ടെ. ആ സ്റ്റിൽനെസ് ആയിരിക്കുന്ന ആലയത്തിലെ ചില വിഷയങ്ങൾ, പ്രാർത്ഥനയുടെ ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, കർത്താവേ, അത് ഇന്ന് പുറപ്പെട്ടു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില സ്റ്റില്ലായിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവേ, ദർശനത്തിനൊരു അവധിയുണ്ടല്ലോ, അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വരും നിശ്ചയമേ. ഹല്ലേലൂയ. കർത്താവേ, അത് വീണ്ടും തുടങ്ങുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ കർത്താവേ. ഏലിയാവ് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനായി തീരുമാനമെടുത്ത് അത് പ്രാക്ടിക്കലി കൊണ്ടുവന്നതുപോലെ തന്നെ ഹല്ലേലൂയ നിൻ്റെ മക്കളോട് സഹായിക്കണമേ കർത്താവേ. ആലയം പുനഃസ്ഥാപിക്കട്ടെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ
ചില റെസ്റ്റോറേഷനുകൾ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ. ചില മതിലുകൾ ഉടഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവിക പരിജ്ഞാനത്തിനെതിരായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി ഞാൻ പിടിച്ചടക്കുന്നു. ഹാലലിയ. അനുസരണം തികഞ്ഞു വരുമ്പോഴോ പ്രതികാരത്തിനായി ഞങ്ങൾ ഒരുങ്ങിയും ഇരിക്കുന്നു. ഹാലലി. ദുഷ്ടനെ ഞങ്ങൾ വെറുക്കുന്നു, ദുഷ്ടനെതിരായി ഞങ്ങൾ എഴുന്നേൽക്കുന്നു. ഹാലലിയ. പാതാള ഗോപുരം ജയിക്കില്ല. ഹാലലൂയ. ഊറാബാലബ ശംദരേ റബാ സിക്കോറിയാന്തബേ ഊറബലഹ ശന്തര റിഗസ്തിന റിഗംദര റിബാലബലഹ ശബാറബഖത്തുര. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹൂറാബാലബ ശംദരേ റബാ സിക്കോറിയാന്തബേ. ദൈവമക്കളെ ഹാല നിങ്ങൾ എഴുന്നേൽക്കണം. പാതാള ഗോപുരം ജയിക്കില്ല. ഹാലലുയ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഏലിയാവ് അവൻ കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. സ്തോത്രം. അങ്ങനെ 12 കല്ലെടുത്തു എന്നൊക്കെ നമ്മൾ 18-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലും 31-ാം വാക്യത്തിലും വായിക്കുന്നു. ഹാലലുയ. നിങ്ങളുടെ പ്രോമിസുകളെ എടുത്ത് പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുക, വിശ്വസിക്കുക. ഹാലലുയ. ദൈവത്തോട് അനുരൂപമാകുക. അവൻ നിങ്ങളിൽ ഉരുവാകാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കുകയല്ല, കർത്താവിൽ തന്നെ ആശ്രയം. എത്ര ദിവസമെന്നല്ല. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് അപ്പോൺ 14 years. ലാസ്റ്റ് 14 years ഞാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഞാൻ മുഴക്കം കേട്ടു, കൈപ്പത്തി കണ്ടു, ഞാൻ വെയിറ്റിംഗ് ആണ്. ഇടിമുഴക്കം വന്നുവെങ്കിൽ അത് പെയ്യും നിശ്ചയമേ. പാതാള ഗോപുരം ജയിക്കില്ല. നീ ചെറുതായിരിക്കാം. മനശ്ശയുടെ ഗോത്രത്തിൽ നീ ചെറുതായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിലയേറിയതാണ്. നിന്റെ സ്വരം ഇന്ന് ആരും കേൾക്കുന്നില്ലായിരിക്കാം, പക്ഷേ നിന്റെ സ്വരം ദൈവത്തിന് പ്രിയമുള്ളതാണ്. നിന്നെ ആർക്കും വേണ്ടായിരിക്കാം, പക്ഷേ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം വിലയേറിയതാണ്. ആമേൻ. സോ യേശുവിൻ്റെ നാമത്തിൽ ആമീൻ, ആമീൻ, ആമീൻ. ദൈവമക്കളെ, നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഹല്ലേലൂയ. നമ്മുടെ UAE മീറ്റിംഗ് ഈ ശനിയാഴ്ച സൂസൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ നമ്മൾ നടത്തുന്നതായിരിക്കും. ഗിസസ് അൽനാദ 2-ലായിരിക്കും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ഈവനിങ്ങിൽ 4 to 6:30 ആയിരിക്കും നമ്മുടെ മീറ്റിംഗ്. എല്ലാവരും കടന്നു വരണമേ എന്ന് ആഗ്രഹിക്കുന്നു. നെവർ ഗീവ് അപ്പ്. കർത്താവിൻ്റെ വലിയ കരം നമ്മോട് കൂടെയുണ്ട്. മേ ബി ഒരു 4 o'clock ആകുമ്പോഴായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഒത്തിരി ലേറ്റ് ആകരുത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യു ക്യാൻ മെസ്സേജ് മീ. ഐ വിൽ അപ്ഡേറ്റ് യു. ഹല്ലേലൂയ. നെവർ ഗീവ് അപ്പ്. 009715570793031. യു ആർ എ ബ്ലെസ്സിങ്. നെവർ ഗീവ് അപ്പ്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.